ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം. കഴിഞ്ഞ ഡിസംബറിലാണ് ജലസംഭരണികളുടെ പരമാവധി വാട്ടർ ലെവൽ മുതൽ 2 കാറ്റഗറികളായി തിരിച്ച് ബഫർ സോണായി സർക്കാർ ഉത്തരവിറക്കിയത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും ഇടുക്കി കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഡിസംബർ 26-നാണ് ജലസംഭരണികളുടെ പരമാവധി വാട്ടർ ലെവൽ മുതൽ 2 കാറ്റഗറികളായി തിരിച്ച് ബഫർ സോൺ തീരുമാനിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. ഇതിൽ ആദ്യ 20 മീറ്റർ ചുറ്റളവിൽ ഒരു നിർമ്മാണവും പാടില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. 100 മീറ്റർ ചുറ്റളവിൽ നിർമ്മാണത്തിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ NOC വേണമെന്നും ഉത്തരവിലുണ്ട്. ഇവിടെ 3 നിലകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുകയുള്ളൂ. ഇടുക്കി ജില്ലയിൽ മലങ്കരയാണ് ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാം. അറക്കുളം, കുടയത്തൂർ, മുട്ടം, ഇടവെട്ടി, ആലക്കോട്, വെള്ളിയാമറ്റം പഞ്ചായത്തുകളിലെ 100 കണക്കിന് കുടുംബങ്ങളാണ് ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് താമസിക്കുന്നത്. ഇവരെയെല്ലാം ഈ ഉത്തരവ് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ആരോപണം. ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ ഡാമുകൾക്കു ചുറ്റും ബഫർ സോൺ തീരുമാനിച്ചിരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി പറഞ്ഞു. 2016 ജൂൺ മാസം 9-ാം തീയതിയാണ് 8 വില്ലേജുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ NOC ഭാഗമാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിടുന്നത്. അതിനുശേഷം 22/8/2019 ജില്ലയിൽ ഭൂപതിവ് നിയമം ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിറക്കി. അപ്പൊ നമ്മുടെ ജില്ലയിലെ പട്ടയ ഭൂമിയിൽ വീടൊഴികെയുള്ള മറ്റ് യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി. നേരത്തെ മുൻപ് ഏലം പട്ടയ ഭൂമിയിൽ തൊഴിലാളികൾ താമസിക്കാനുള്ള ലയം, അതുപോലെ ഏലം സ്റ്റോർ ഇവയൊക്കെ നിർമ്മിക്കാൻ അനുമതി നൽകുമായിരുന്നു. ഇപ്പോൾ ഇതിന് അനുമതി കിട്ടുന്നില്ല മാത്രമല്ല, ഈ ലൈഫ് ഭവന പദ്ധതിയിലും PAYയിലും ഒക്കെ വീട് കിട്ടി മറ്റൊരിടത്തും ഭൂമിയില്ലാത്ത ആളുകൾക്ക് പോലും ഈ ഉത്തരവ് മൂലം വീട് വയ്ക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു. മറ്റൊരിടത്തും ഭൂമിയില്ലാത്തവരും 10 സെന്റിൽ താഴെ മാത്രം ഭൂമിയുള്ളവരുമായ ആയിരക്കണക്കിന് കുടുംബങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ച ബഫർ സോൺ മേഖലയിൽ താമസിക്കുന്നുണ്ട്. ഇവർക്ക് വീട് പോലും നിർമ്മിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ ഉത്തരവ് മൂലം ഉണ്ടാവുക. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും ഇടുക്കി കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.